ശിവ പ്രസന്റ് മാം. അച്ചു പ്രസന്റ് മാം. ഗൗരി പ്രസന്റ് മാം. ഉണ്ണിക്കുട്ടൻ പ്രസന്റ് മാം. പുഷ്പ പ്രസന്റ് മാം. അശ്വതി പ്രസന്റ് മാം. ബണ്ണിക്കുട്ടൻ പ്രസന്റ് മാം. രേവതി പ്രസന്റ് മാം. ഓക്കെ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മാത്സിൻ്റെ ടെസ്റ്റ് ആണെന്ന്. നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് മാം വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിന് മുന്നേയായിട്ട് ഞാൻ കുറച്ച് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പം നിങ്ങൾക്കും നല്ല കൂളായിട്ട് എഴുതാൻ പറ്റൂ കേട്ടോ. ഗുഡ് ചിൽഡ്രൻസ്. 1 + 1 = 2. 2. വെരി ഗുഡ്. 2 + 2 = 4. അടുത്തത് 4 + 4 = 7. അത് ആരൊക്കെയാ 7 പറഞ്ഞത്? 7 ആരൊക്കെയാ പറഞ്ഞത്? ആരൊക്കെയോ ഇതിൽ 7 പറഞ്ഞല്ലോ. തെറ്റുത്തരം 7. ആരാ പറഞ്ഞത്? മാം, 4 + 4 = 8. വെരി ഗുഡ്. നെക്സ്റ്റ് 3 + 3 = Okay. 6 + 6 = 10. ഓക്കെ. 5 + 5 = 10. വെരി ഗുഡ്. എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് സ്മൈല്. അപ്പം നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാം നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ തരാം കേട്ടോ. ഗൗരി ഇന്നാ പിടിച്ചോ. അടുത്ത ആരാ? പുഷ്പ. ഇന്നാ. Thank you, ma'am. ഓക്കെ. അടുത്തത് ശിവ. Yes, ma'am. ഇന്നാ. Thank you, ma'am. വെരി ഗുഡ്. നെക്സ്റ്റ് അച്ചു. Yes, ma'am. ഇന്നാ. Thank you, ma'am. ഉണ്ണിക്കുട്ട. Yes, ma'am. നിനക്ക് പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പാന്ന് എല്ലാ മിസ്സുമാരും പറയുന്നുണ്ട്. അതൊക്കെ മാറ്റണം കേട്ടോ. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, അത് പ്രാവർത്തികം കൂടി ആക്കണം കേട്ടോ. ഈ പഠിത്തവേ അത് നമുക്ക് നാളത്തേക്ക് വെക്കാനുള്ള കാര്യമല്ല. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക തന്നെ വേണം. ഇപ്പോഴേ നിങ്ങളൊരു മനസ്സിൽ സൃഷ്ടിക്കുക. നിങ്ങൾക്ക് വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം, അതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാട്ടോ. ഇനി എല്ലാവരും എക്സാം എഴുതാൻ തുടങ്ങിക്കോട്ടോ. ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിളാ. അയ്യോ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, എന്താ ചെയ്യാ? ഈ പുഷ്പ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ, അത് നോക്കി എഴുതാം. 3 + 4 7, 2 + 5 എത്രയാ? 7, 8 + 1 9, 9 + 3 എത്രയാ? 12. അടുത്തത് 8 + 1 കാണാനും പറ്റുന്നില്ലല്ലോ. ഗൗരി. യെസ് മാം. ഗൗരി എന്താ അവിടെ ചെയ്യുന്നേ? നോ മാം, ഞാൻ റൈറ്റ് ചെയ്യാ. നീ എന്തിനാ പുഷ്പയുടെ പേപ്പറിലോട്ട് നോക്കുന്നത്? ഞാൻ നോക്കിയില്ല. ഗൗരി, ഡോണ്ട് ലൈ. ഞാൻ കണ്ടതാ ഗൗരി പേപ്പറിലോട്ട് നോക്കുന്നത്. സ്റ്റാൻഡ് അപ്പ്. ഗൗരി അടുത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ കള്ളത്തരം കാണിക്കുകയോ പറയോ ചെയ്യരുത്, അത് മോശമാണെന്ന്. എന്താ ഗൗരി പറഞ്ഞ അനുസരിക്കാത്തെ? ആ പേപ്പറിന് എടുക്കുക നോക്കട്ടെ. ഇതുവരെ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാ. ഇത് നീ തനിയെ എഴുതിയതാണോ അതോ പുഷ്പയുടെ നോക്കി എഴുതിയതാണോ? ഗൗരി തനിയെ എഴുതിയതാ? സത്യം മാത്രം പറയണം, നുണ പറയാൻ പാടില്ല. സത്യം പറ ഗൗരി, നീ പുഷ്പയുടെ നോക്കിയാണോ എഴുതിയത്? ഗൗരി, പോട്ടെ കരയണ്ട മോള്, പോയ കരയണ്ട. വാ. എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനി മേലാൽ ഒരിക്കലും കള്ളത്തരം പറയോ ചെയ്യരുത് കേട്ടോ. സാരയില്ല, ഞാൻ കഴുകി തരാട്ടോ. യെസ് മാം. ഒരു കുട്ടി ഇവിടെ വോമിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണേ. ഓക്കെ മാം.